ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ട്രാവലോഗ് അല്ലെങ്കിൽ ട്രാവൽ എസ്സേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മുടെ ഒരു യൂണിറ്റ് തന്നെ ട്രാവലുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. സോ എങ്ങനെയാണ് ഈ ട്രാവൽ എസ്സേ എന്ന് പറയുന്ന 8 മാർക്സിന്റെ ഈ ക്വസ്റ്റൻ ടാക്കിൾ ഉണ്ടെന്ന് നമ്മൾ കാണാം. യെസ്, ആദ്യം തന്നെ എന്താണ് ട്രാവൽ എസ്സേ? നമുക്കറിയാം, ഇറ്റ്സ് എ റൈറ്റിംഗ് അക്കൗണ്ട് ഓഫ് ആൻ ഇൻഡിവിജ്വൽസ് എക്സ്പീരിയൻസ് ഇൻ ട്രാവലിംഗ്, അല്ലെ? അപ്പോൾ ഇറ്റ് ഇസ് ട്രാവൽ പ്ലസ് മോണോലോഗ്, ഒരാൾ മാത്രം സംസാരിക്കുന്ന ഒരു ട്രാവലിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ആണ്. ഇറ്റ് ഇസ് നോട്ട് എൻ അക്കാഡമിക് റൈറ്റിംഗ്. നമ്മുടെ സ്കിൽസിനനുസരിച്ചിട്ട്, നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ പറ്റുന്ന ഒരു നമ്മുടേതായ രീതിയിൽ എഴുതാൻ പറ്റുന്ന, പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ട്രാവലോഗ് അല്ലെങ്കിൽ ട്രാവൽ എസ്സേ എന്ന് പറയുന്നത്. ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്. ട്രാവലോഗ് ഷുഡ് ഇൻഫോം ആസ് വെൽ ആസ് എന്റർടൈൻ. ആളുകൾക്ക് ഇൻഫർമേഷൻ കൊടുക്കുക, അതുപോലെ തന്നെ ആളുകളെ എന്റർടൈൻ ചെയ്യുന്നത് കൂടെയാണ് എന്തോ ട്രാവലോഗ് എന്ന് പറയുന്നത്. സോ ഇൻട്രൊഡക്ഷൻ ഷുഡ് ബി അട്രാക്റ്റീവ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഇൻട്രൊഡക്ഷൻ എപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കണം. നിങ്ങളൊരു ട്രാവൽ വ്ലോഗ് ഒക്കെ ചെയ്യുന്നത് ആലോചിക്കുക, എങ്ങനെയായിരിക്കും ആളുകളിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി പ്രസന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ടോൾഡ് ഇൻ ദ പാസ്റ്റ് ടെൻസ് ആൻഡ് ദ ഫസ്റ്റ് പേഴ്സൺ. നമ്മളത് പാസ്റ്റ് ടെൻസിലായിരിക്കണം പറയുന്നത്, അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സണിലായിരിക്കണം പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ അപ്പം വ്ലോഗ് ചെയ്യുകയാണെങ്കിലും നമ്മൾ അങ്ങനെയല്ലേ, ഫസ്റ്റ് പേഴ്സണലല്ലേ സംസാരിക്കുക. അപ്പൊ ഞാൻ എന്റെ കഥ പറയുന്നു, അതാണ് ഫസ്റ്റ് പേഴ്സണിൽ പറയുന്നു. നെക്സ്റ്റ്, ഗിവ് എ ക്യാച്ചി ടൈറ്റിൽ. എപ്പോഴും ടൈറ്റിൽ ക്രൂഷ്യൽ ആണ്. നെക്സ്റ്റ്, നല്ല ക്യാച്ചി ആയിട്ട് ടൈറ്റിൽ കൊടുക്കുക. ഗിവ് ഡീറ്റെയിൽസ് ആൻഡ് ക്ലിയർ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്ലേസ്. ആ സ്ഥലത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽസും അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള, വേഗ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കുക. ദർ ഷുഡ് ബി എ സബ്ജക്റ്റീവ് ആൻഡ് ഇമോഷണൽ ഇൻസൈറ്റ്. ഓക്കെ, നമുക്കൊരു ഇമോഷണൽ ഇൻസൈറ്റ്, ഉൾക്കാഴ്ച അതിനകത്തേക്ക് ഉണ്ടാവണം അത് വായിക്കുമ്പോൾ. ഫോർമൽ സ്റ്റേറ്റ്മെന്റ്സ് ഷുഡ് ബി അവോയ്ഡഡ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഫോർമൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഫോർമൽ ലെറ്റർ എന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഭാഷയാണ് ഫോർമൽ ലാംഗ്വേജ്, അതിനകത്ത് വരില്ല. ഓക്കെ, നെക്സ്റ്റ്, കോൺവെർസേഷണൽ ടോൺ ക്യാൻ ബി യൂസ്ഡ്. നിങ്ങൾക്ക് സംഭാഷണ ഭാഷ അതിനകത്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഹൈലൈറ്റ് ദ വേരിയസ് അട്രാക്ഷൻസ് അറ്റ് ദ പ്ലേസ്. ആ സ്ഥലത്തിന്റെ മറ്റ് പ്രത്യേകതകൾ നമുക്ക് എന്ത് ചെയ്യാം, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്, ഫുഡ് എങ്ങനെയാണ്, ആളുകൾ എങ്ങനെയാണ്, കൾച്ചർ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ അവിടെ പറയാം. നെക്സ്റ്റ്, ഹൗ ടു റൈറ്റ്. എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ആ പേഴ്സണൽ ഇംപ്രഷൻ അബൌട്ട് ദ പീപ്പിൾ, എനിത്തിങ് സ്പെഷ്യൽ വി ഹാവ് നോട്ടീസ് ദെയർ. നമുക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ള അവിടെ ആളുകളെ കുറിച്ച്, അവിടുത്തെ കൾച്ചറിനെ കുറിച്ച്, അവിടെ ഫുഡിനെ കുറിച്ച്, സ്ട്രീറ്റ്സിനെ കുറിച്ചിട്ട്, പെയിന്റിങ്സിനെ കുറിച്ച്, എന്തൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റിയത്, നമുക്ക് കേൾക്കാൻ പറ്റിയത്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് എഴുതാം. ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. ഓക്കെ, നെക്സ്റ്റ്, അതേപോലെ തന്നെ ഗുഡ് ട്രാവലോഗ് ഇൻസ്പയർസ് ദ റീഡർ ടു വിസിറ്റ് ദാറ്റ് പ്ലേസ്. അതാണ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുന്നത്. ഒരു നല്ല പുസ്തകത്തിന്റെ റിവ്യൂ നമ്മൾ വായിക്കുമ്പോൾ ആ പുസ്തകം വായിക്കാൻ നമുക്ക് തോന്നണം. സിനിമയുടെ റിവ്യൂ കാണുമ്പോൾ നമുക്ക് ആ സിനിമ കാണാൻ നമുക്ക് തോന്നും. അതേപോലെ നമുക്ക് ഒരു നല്ല ട്രാവലോഗ് വെച്ച് ആ സ്ഥലത്തൊന്ന് വിസിറ്റ് ചെയ്യാൻ നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ എഴുതണം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ അതിൻ്റെ ഒരു മോഡൽ എന്ന് പറയുമ്പോൾ. ടൈറ്റിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. an amazing journey എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പം മുന്നാറിനെ കുറിച്ചാണെങ്കിൽ മുന്നാറിന് മാത്രം ഹെഡിങ് എഴുതാതെ an amazing journey. അല്ലെങ്കിൽ ഊട്ടി, a natural beautiful place. A natural beautiful place. Okay, next, a memorable journey to Ooty. Unforgettable days in Ooty. An amazing trip to Ooty. എ ട്രിപ്പ് ടു ഊട്ടി. ഈ ഊട്ടി മാറ്റിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റൻ ആൻസേഴ്സ് കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ മതി. റെഡി അല്ലേ? ഇനി നമുക്കൊരു ക്വസ്റ്റൻ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ടിപ്പാണ്. യു ക്യാൻ ബിഗിൻ വിത്ത് എ കോട്ട്. ഒരു കോട്ടിലൂടെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, യു ക്യാൻ ബിഗിൻ വിത്ത് എ കോട്ട് ലൈക്ക് ജോബ്സ് വിൽ ഫിൽ യുവർ പോക്കറ്റ്സ്, അഡ്വഞ്ചേഴ്സ് വിൽ ഫിൽ യുവർ സോൾ. ഓക്കെ, അല്ലെങ്കിൽ റിമെമ്പർ ദാറ്റ് ഹാപ്പിനെസ് ഇസ് എ വേ ടു ട്രാവൽ, not a destination. Next, the world is a book and those who do not travel read only the one page. Okay, next, travel is the only thing you can buy and make you richer. Okay, travel is the only thing you buy that makes you richer. Okay, next, സാധാരണ നമ്മൾ എന്താ പൈസ കൊടുത്ത് വാങ്ങിച്ചാലും നമ്മൾ പൈസ പോവുക ചെയ്യും, അല്ലേ? ഇത് വാങ്ങിച്ചാൽ നമ്മൾ റിച്ച് ആവും. നെക്സ്റ്റ്, ലൈഫ് ഈസ് എ ട്രിപ്പ്, ട്രാവലിംഗ് ഈസ് ലിവിംഗ് മെനി ലൈഫ്. ആൻഡ് ഓക്കെ, ഇത് അടിപൊളിയാണ്. സോ ഇതിലേതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്ക് ഇതൊന്ന് കോട്ട് ചെയ്യാം. ട്രാവലേഴ്സ് എന്തായാലും വരും. ബോഡി ഓഫ് ദ ട്രാവലോഗ് എങ്ങനെയാണ് എഴുതേണ്ടത്? വേർ ഡിഡ് വി ഗോ, നമ്മൾ എവിടേക്കാണ് പോകുന്നത്, ഡെസ്റ്റിനേഷൻ, ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞാൽ മതി. വെൻ ഡിഡ് വി ഗോ, ടൈം ഡേ എഴുതുക. ഹൗ ഡിഡ് വി ഗോ ദെയർ, എവിടേക്കാണ് നമ്മൾ എങ്ങനെ എത്തിയത്, ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചിട്ട്. വിത്ത് ഹൂം ഡിഡ് വി ഗോ, ആരുടെ കൂടെയാണ് നമ്മൾ പോയത്. വാട്ട് ഡിഡ് വി സീ ദെയർ, തിങ്സ് വി ഒബ്സർവ്ഡ്. അതേപോലെ തന്നെ വൈ ഡിഡ് വി ഗോ, അവിടെ എന്തിനാണ് പോയത്, കൺക്ലൂഷനും പറയുക. സജഷൻസ് ഫോർ വിസിറ്റേഴ്സ് ആൻഡ് റീഡേഴ്സിനും വിസിറ്റേഴ്സിനും നിങ്ങൾക്ക് സജഷൻസ് പറഞ്ഞു കൊടുക്കുക. സൺസെറ്റ് കാണണമെങ്കിൽ ഇത്ര സമയത്ത് പോകണം, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ സ്റ്റേ ചെയ്യാം, അവിടെ ഹോട്ടൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സജഷൻസ് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. എപ്പം പോകണം, എവിടെയാണ് നമ്മൾ പോയത്, എപ്പോഴാണ് നമ്മൾ പോയത്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ നമ്മൾ എന്താണ് അവിടെ ആരൊക്കെ കണ്ടു, അല്ലെ, ആരെ കൂടെ നമ്മൾ പോയി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നമ്മൾ അവിടെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ, നമുക്ക് അവിടെ എന്തൊക്കെ കിട്ടും, നമ്മളൊരു കൺക്ലൂഷൻ കാര്യങ്ങളാണ് ട്രാവൽ എസ്സേയിൽ നമ്മൾ എഴുതേണ്ടത്. ഒരു സാമ്പിൾ ട്രാവലോഗ് ഇവിടെ തന്നിട്ടുണ്ട്. യു ഹാവ് വിസിറ്റഡ് എ ഹിൽ സ്റ്റേഷൻ ഡ്യൂറിംഗ് എ സമ്മർ ഹോളിഡേസ്, റൈറ്റ് എ ട്രാവൽ എസ്സേ ടു ബി പബ്ലിഷ്ഡ് ഇൻ യുവർ സ്കൂൾ മാഗസിൻ അബൌട്ട് എ പ്ലേസ് യു ഹാവ് വിസിറ്റഡ്. ഹിൻസ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. ആ ഹിൻസ് വെച്ചിട്ട് നമ്മളൊരു ട്രാവൽ എസ്സേ, എ മെസ്മറൈസിംഗ് ബ്യൂട്ടി സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രാവൽ എസ്സേയുടെ ഒരു മോഡൽ
തന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ചു നോക്കാം. ഓക്കെ, എങ്ങനെ എഴുതി. കേരള is known as the God's own country and Munnar is one among them. The place is full of rolling hills, stunning tea plantations, spice spice plantations and much more. It is an ideal holiday destination to unwind all your stress. Every year we used to visit famous destinations in our country. ഇത് ഫസ്റ്റ് പേഴ്സണിലാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ പോകുന്നു നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫ്, സെക്കൻഡ് പാരഗ്രാഫ്, അതുപോലെ തേർഡ് പാരഗ്രാഫിൽ കൺക്ലൂഷൻ ആയിട്ട് നമ്മളത് അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഒരു കംപ്ലീറ്റ് പിക്ചർ നമ്മുടെ ഒരു ട്രാവലിന്റെ ആളുകൾക്ക് കിട്ടും. സോ ഇത്രയാണ് ട്രാവലോഗിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കും അച്ചീവ് ചെയ്യാൻ സാധിക്കും.